റമദാനിന്റെ ഭാഗമായി അബുദാബിയിൽ പൊതുഗതാഗത പെയ്ഡ് പാർക്കിംഗ് സമയങ്ങളിൽ മാറ്റം. നിസ്കാര സമയങ്ങളിൽ പള്ളികൾക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ പെയ്ഡ് പാർക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. റമദാനിൽ 2 ഘട്ടമായാണ് പെയ്ഡ് പാർക്കിംഗ് നടപ്പാക്കുക. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും രാത്രി 9 മുതൽ പുലർച്ചെ 2:30 വരെയുമാണ് പാർക്കിംഗ് നിരക്ക് ഈടാക്കിയെന്ന് മുനിസിപ്പൽ കാര്യ ഗതാഗത വിഭാഗം അറിയിച്ചു. വ്യാഴാഴ്ചകളിൽ രാത്രി 9 മുതൽ അർദ്ധരാത്രി വരെ പെയ്ഡ് പാർക്കിംഗ് ആയിരിക്കും. അതേസമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:01 മുതൽ ശനി രാവിലെ 8:59 വരെ പാർക്കിംഗ് സൗകര്യം സൗജന്യമായിരിക്കും. പലരിൽ നിന്നും കോടികൾ കൈക്കലാക്കി പ്രവാസി മലയാളികളെ വഞ്ചിച്ചെന്ന പരാതിയിൽ തൃശൂർ സ്വദേശി അജ്മാൻ പോലീസിന്റെ പിടിയിലായി. ഏതാനും ദിവസത്തിനകം പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും കോടികൾ ഇയാൾ കൈക്കലാക്കിയതായി തട്ടിപ്പിനിരയായവർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വഞ്ചിക്കപ്പെട്ടവരിൽ ഏതാനും സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട്. പണം തിരികെ ലഭിക്കുന്നതിനായി ചിലർക്ക് ലഭിച്ച ചെക്കുകൾ പലതും അക്കൗണ്ടിൽ പണമില്ലാതെ മടങ്ങിയപ്പോഴാണ് ചതി മനസ്സിലാക്കുന്നതെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. UAE ഗവൺമെന്റിനും കേരള സർക്കാരിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഞങ്ങളെന്നും വഞ്ചിക്കപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൊബൈൽ ഫോൺ ഷോപ്പുകളിൽ ഇന്നു മുതൽ പരിശോധന കർശനമാക്കി. സ്ഥാപനങ്ങൾക്ക് നൽകിയ 3 മാസ സമയപരിധി അവസാനിച്ചതോടെയാണ് പരിശോധന കർശനമാക്കിയത്. സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം, മുനിസിപ്പൽ ഗ്രാമ മന്ത്രാലയം, ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം എന്നീ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും. ദുബായ് ആരോഗ്യ വിഭാഗം റംസാനിലെ സമയക്രമം പ്രഖ്യാപിച്ചു. ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആരോഗ്യ വിഭാഗം ഓഫീസുകൾ എന്നിവയുടെ 1 മാസത്തെ സമയക്രമമാണ് പ്രഖ്യാപിച്ചത്. ദുബായ് ആരോഗ്യ മന്ത്രാലയം ഓഫീസുകൾ ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തിക്കുക. ദുബായിലെ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി KP സഹീറിനെയും ജനറൽ കൺവീനറായി R ദിലീപ് പൂവത്തിലിനെയും ട്രഷററായി CK മുഹമ്മദ് ഷാഫിയെയും തെരഞ്ഞെടുത്തു. നവോദയ സാംസ്കാരിക വേദി അവയവദാന ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള 3 മാസം നീളുന്ന വിപുലമായ ബോധവൽക്കരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന അവയവദാന പദ്ധതിയായ മൃദുസഞ്ജീവനിയുടെ സംസ്ഥാനതല കൺവീനറുമായ ഡോക്ടർ തോമസ് മാത്യു ദമാമിൽ നിർവഹിച്ചു. മിഡിൽ ഈസ്റ്റിലെ വ്യാപാര രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ഡാന്യൂബ് ഫാഷൻ വസ്ത്രങ്ങളുടെ വിപണന രംഗത്തേക്കും ചുവടുവയ്ക്കുന്നു. ഡാന്യൂബിന് കീഴിൽ ട്യൂഡോഴ്സ് എന്ന പേരിലുള്ള ഫാഷൻ ഷോപ്പുകൾ UAEയിൽ ആരംഭിച്ചു. ദുബായ് ഷിന്തഗ സിറ്റി സെന്ററിൽ ഉൾപ്പെടെ 6 ഫാഷൻ ഷോപ്പുകളാണ് ആരംഭിച്ചത്. ടർക്കിഷ് ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഓരോ ഷോപ്പുകളിലും ഒരുക്കുന്നതെന്ന് ഡാന്യൂബ് ഗ്രൂപ്പ് ഡയറക്ടർ ആദിൽ സജൻ അറിയിച്ചു. ഈ വർഷം അവസാനത്തോടെ ട്യൂഡോഴ്സ് ഷോപ്പുകളുടെ എണ്ണം 10 ആക്കി ഉയർത്തുമെന്ന് ട്യൂഡോഴ്സ് CEO യാസർ പറഞ്ഞു. ഖോർഫക്കാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബിൽ വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 12 വരെ കോൺസുൽ സേവനം ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. മൊബൈൽ ഫോൺ ഷോപ്പുകളിൽ ഇന്നു മുതൽ പരിശോധന കർശനമാക്കി. സ്ഥാപനങ്ങൾക്ക് നൽകിയ 3 മാസ സമയപരിധി അവസാനിച്ചതോടെയാണ് പരിശോധന കർശനമാക്കിയത്. സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം, മുനിസിപ്പൽ ഗ്രാമ മന്ത്രാലയം, ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം എന്നീ സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കും. ഷോപ്പുകളിൽ ഇന്നു മുതൽ മന്ത്രാലയങ്ങളുടെ സംയുക്ത പരിശോധനയ്ക്ക് തുടക്കമായി. സൗദി തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചതനുസരിച്ച് രാജ്യത്തെ മൊബൈൽ ഫോൺ മേഖലയിൽ സ്വദേശിവൽക്കരണ പദ്ധതിയുടെ പ്രഥമഘട്ടത്തിലുള്ള 50% സ്വദേശിവൽക്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. സ്ഥാപനങ്ങൾക്ക് നൽകിയ 3 മാസ സമയപരിധി അവസാനിച്ചു. നിയമലംഘകരെ പിടികൂടി ശിക്ഷാ നടപടികൾക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ബിനാമി ബിസിനസ് കണ്ടെത്തുന്നതിന് സൗദിയിലെ മൊബൈൽ ഷോപ്പുകളിൽ ഇന്നു മുതൽ പ്രത്യേക പരിശോധന നടത്തുമെന്ന് സൗദി വാണിജ്യ നിക്ഷേപക മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം സൗദിയുടെ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പുകളിൽ നിന്നും വിദേശ ജീവനക്കാർ ഒഴിഞ്ഞുപോയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദമാം. റംദാൻ പ്രമാണിച്ച് UAEയിലെ കൗമാരക്കാരായ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ടീൻസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 11-ന് ശനിയാഴ്ചയാണ് മത്സരം. 7 എമിറേറ്റുകളിലെയും അലൈനിലെയും ഇന്ത്യൻ സ്കൂളുകളിലെ 9, 10 ക്ലാസുകളിലെയും +1, +2 ക്ലാസുകളിലെയും വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു.
ഭരണപരമായ കാര്യങ്ങളിലെ സൂക്ഷ്മതക്കുറവും വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള വർഗീയ ഫാസിസ്റ്റ് ചേരികളോട് നേതാക്കൾ കാണിച്ച മൃദു സമീപനവും UDFന്റെ ദയനീയ പരാജയത്തിന് കാരണമായതായി ദമാം OICC വിലയിരുത്തി. നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ, PA നൈസാം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പോലീസ് തലപ്പത്ത് സമൂലമാറ്റം. DGP ഋഷിരാജ് സിംഗിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. ADGP R ശ്രീലേഖയാണ് ഇന്റലിജൻസ് മേധാവി. A ഹേമചന്ദ്രന് പകരമാണ് നിയമനം. സുദേശ് കുമാറാണ് പുതിയ ഉത്തരമേഖല ADGP. അനിൽ കാന്തിനെ ജയിൽ ADGP ആയും നിയമിച്ചു. നിതിൻ അഗർവാൾ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ആകും. S ശ്രീജിത്താണ് പുതിയ എറണാകുളം റേഞ്ച് IG. മഹിപാൽ യാദവിനെ പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പളായും നിയമിച്ചു. DIG P വിജയന് പോലീസ് ട്രെയിനിങ്ങിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. IG ജയരാജനെ മനുഷ്യാവകാശ കമ്മീഷനിലും IG TJ ജോസിനെ പോലീസ് ആസ്ഥാനത്തും നിയമിച്ചിട്ടുണ്ട്. IG K പത്മകുമാറിനെ KSCB ചീഫ് വിജിലൻസ് ഓഫീസറായും മാറ്റി നിയമിച്ചു. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതിയും. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന PTA ഹർജിയും തള്ളി. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ അംഗീകാരം. ജൂൺ 8-ന് സ്കൂൾ പൂട്ടണം. അധ്യയനം ആരംഭിച്ചെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും അടിയന്തരമായി സ്റ്റേ വേണമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി ഉത്തരവ് ഉടൻ നടപ്പിലാക്കാനും നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് PC ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാൻ ആവശ്യത്തിലേറെ സമയം ലഭിച്ചിരുന്നുവെന്നും സർക്കാർ നേരത്തെ തന്നെ ബദൽ മാർഗം തേടേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. സ്കൂൾ പൂട്ടാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും മുൻ സർക്കാർ ഇതിനെ അനുകൂലിച്ചിരുന്നു. ഹൈക്കോടതി ഇതിന് അംഗീകാരവും നൽകി. ഇതേ തുടർന്ന് മാറിവന്ന LDF സർക്കാരും സ്കൂളിലെ അധ്യാപക രക്ഷിതാക്കളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇനി മലാപ്പറമ്പ് സ്കൂൾ പ്രദേശത്ത് ചിറകു വിടർത്താം. 75-ൽ പരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഭാവി ഇരുട്ടിലേക്കും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീം കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യും. മറ്റു സ്കൂളുകളിൽ സമാന സാഹചര്യം ഉണ്ടാകുന്നത് തടയാൻ നിയമ ഭേദഗതി നടത്തുന്നത് പരിഗണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്കൂൾ അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് KSTA സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാനിക്കുകയാണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് കിട്ടിയ ശേഷം എന്ത് നടപടിയെടുക്കണമെന്ന് കൂടിയാലോചനയോടെ തീരുമാനിക്കും. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്ന് സ്കൂൾ സംരക്ഷണ സമിതി. തടയാൻ വരുന്നവരെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്നും സംരക്ഷണ സമിതി. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതി അടിയന്തര യോഗം ചേർന്നു. മലാപ്പറമ്പ് AIP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതി കൂടി അനുമതി നൽകിയതോടെ ഇവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം ആശങ്കയിലാണ്. സുപ്രീം കോടതി കൂടി കൈവിട്ടതോടെ ഇവിടെ പഠിക്കുന്ന 60 കുട്ടികൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഇവരുടെ ചോദ്യം. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ അടിയന്തര യോഗം ചേർന്ന് പ്രതിഷേധ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചു. സ്കൂൾ പൂട്ടാൻ വന്നാൽ ജനങ്ങളെ അണിനിരത്തി തടയുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ നിയമത്തില് ഈ 7-6 വകുപ്പ് വെച്ചിട്ടാണ് ഈ പൂട്ടാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുള്ളത്. അതിന് എന്തായാലും ചെറുക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പിന്തുണയും സമരസമിതി തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തനിക്ക് 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തതായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരന്റെ വെളിപ്പെടുത്തൽ. കേസ് പരിഗണിക്കവേ തുറന്ന കോടതിയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയ ജഡ്ജി താൻ ഈ കേസിൽ നിന്നും പിന്മാറുന്നതായും അറിയിച്ചു. കോഫേപ്പോസ പ്രകാരമുള്ള കരുതൽ തടങ്കലിൽ നിന്നും പ്രതികളെ ഒഴിവാക്കാനായിരുന്നു കോഴ വാഗ്ദാനം. നെടുമ്പാശ്ശേരി വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശികൾ പ്രതികളായ കേസ് പരിഗണിക്കവെയാണ് ജഡ്ജിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിലുണ്ടായത്. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, A ഹരിപ്രസാദ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത്. കോഫേപ്പോസ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതിനിടെ താൻ പ്രസ്തുത കേസ് കേൾക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നതായി ജസ്റ്റിസ് KT ശങ്കരൻ തുറന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. പ്രതികൾ തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തുവെന്നും ജഡ്ജി ഓപ്പൺ കോടതിയിൽ വെളിപ്പെടുത്തി. പ്രതികളുടെ കരുതൽ തടങ്കൽ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപയുടെ കോഴയാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നും ജഡ്ജി പറഞ്ഞു. എന്നാൽ ബാഹ്യമായ ചില കാരണങ്ങളാൽ താൻ കേസിൽ നിന്ന് ഒഴിവാകുന്നു എന്നാണ് ജസ്റ്റിസ് KT ശങ്കരൻ ഉത്തരവിൽ രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ജഡ്ജി കെ ടി ശങ്കറിന് കൈക്കൂലി വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസാണ് രഹസ്യ സ്വഭാവമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എറണാകുളം സ്പെഷ്യൽ സെൽ SP-ക്കാണ് അന്വേഷണ ചുമതല. ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ കൈക്കൂലി വാഗ്ദാനം ചെയ്തതായി ജഡ്ജി കെ ടി ശങ്കരൻ തുറന്ന കോടതിയിൽ അറിയിച്ചത്. ഇതിനെ തുടർന്ന് കേസ് ഒഴിയുന്നതായും ജഡ്ജി വ്യക്തമാക്കിയിരുന്നു. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് ഉറച്ചു നിൽക്കുകയാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ. നേതൃമാറ്റം എന്ന ആവശ്യം മാധ്യമസൃഷ്ടിയാണെന്നും അദ്ദേഹം പറയുന്നു. മദ്യനയം അപ്രായോഗികമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന മുൻ എക്സൈസ് മന്ത്രി K ബാബുവിന്റെ നിലപാടിന് തൊട്ടുപിന്നാലെയാണ് പ്രമുഖ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന് സുധീരനെ ഉന്നം വെച്ചും ചെന്നിത്തല ആഞ്ഞടിച്ചു. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പൊ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അതേസമയം മദ്യനയത്തിൽ യാതൊരു അപാകതയുമില്ലെന്നും UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുമാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുധീരൻ അറിയിക്കും. നേതൃമാറ്റം എന്ന കാര്യം ചർച്ചാ വിഷയമായിട്ടില്ലെന്നും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി മുൻനിർത്തി സുധീരനെതിരെ പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും. എന്നാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉള്ളതിനാൽ തൽക്കാലം നേതൃമാറ്റം എന്ന ആവശ്യം നടക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഓഹരി ഇടപാടുകളിലും ക്രമക്കേട്. ഓഹരി ഉടമകളിൽ അധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റുകാരും. സെന്റിന് 50,000 രൂപ മാത്രം വിലയുള്ള ഭൂമി ഇവർ വാങ്ങിയത് 2 ലക്ഷം രൂപയ്ക്ക്. ഡയറക്ടർ ബോർഡിലുള്ള പലരും ബിനാമികളാണെന്നുള്ളതിനുള്ള തെളിവുകളും പീപ്പിൾ TVക്ക് ലഭ്യമായി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഓഹരി ഉടമകളിലധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണെന്ന് ആക്ഷേപമുയരുന്നത്. 300 കോടിയോളം രൂപ മുടക്കിയാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹായകരമാകുന്ന മെഡിക്കൽ കോളേജ് പണിയുന്നതിന് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത്. ഹരിപ്പാട് സ്വന്തമായി ബാറുകളും നിരവധി കള്ളുഷാപ്പുകളുമുള്ള അബ്കാരിയുടെ പേരിലാണ് ഒരു ഓഹരി എടുത്തിരിക്കുന്നത്. ബിനാമി പേരിലാണ് BDJ സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മുൻ ദേവസ്വം ബോർഡംഗം ഓഹരി എടുത്തിരിക്കുന്നത്. കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റുകാരും ബോർഡംഗങ്ങളായുണ്ട്. സെന്റിന് 2000 മുതൽ 8000 രൂപ വിലയുള്ള നിലം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകിയാണ് ആശുപത്രി പണിയാൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിനായി 13 ഏക്കർ സ്ഥലം എടുത്തതിൽ മാത്രം 10 കോടിയോളം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ വ്യാപകമായി അഴിമതി നടത്തുന്നതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന് 26% മാത്രം ഓഹരിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് പണിയുന്നതിനായാണ് MLA രമേശ് ചെന്നിത്തല തിടുക്കം കൂട്ടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിൽ മുൻ DGP TP സെൻകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി അതൃപ്തി രേഖപ്പെടുത്തി. കേസിൽ പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതായുള്ള റിപ്പോർട്ട് അപൂർണമാണെന്നും വിശദമായ പുതിയ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് തന്നെ സമർപ്പിക്കണമെന്നും JB കോശി മുൻ DGP TP സെൻകുമാറിന് നിർദ്ദേശം നൽകി. പെരുമ്പാവൂർ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വീഴ്ചയും അന്വേഷണം ഇഴയുന്നതും സംബന്ധിച്ച നിരവധി പരാതികൾ മനുഷ്യാവകാശ കമ്മീഷനിലെത്തിയ സാഹചര്യത്തിലാണ് മുൻ DGP TP സെൻകുമാറിനോട് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉത്തരവിട്ടിരുന്നത്. അതേസമയം മുൻ DGP TP സെൻകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്ന് പറഞ്ഞ ചെയർമാൻ ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിൽ അതൃപ്തിയും രേഖപ്പെടുത്തി. ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്നാണ് വീട് സീൽ ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സീൽ ചെയ്യാൻ താമസിച്ചതിൻ്റെ കാരണം എന്താണ്, അതിന് ആവശ്യ ഉദ്യോഗസ്ഥരുടെ പേരുകൾ എന്താണ്, അത് ഞാൻ ചോദിച്ചിരുന്നു. അതിന് മറുപടിയില്ല. താൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ FIR, പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് എന്നിവയുടെ പകർപ്പുകളില്ലെന്നും JB കോശി പറഞ്ഞു. ഇതൊക്കെ പോലീസിന്റെ വീഴ്ച വ്യക്തമാകുന്നതാണെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കോശി പറഞ്ഞു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കൊച്ചി മെട്രോ റെയിൽ 2017 മാർച്ചിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. ഇതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ത്രൈമാസത്തിൽ സമർപ്പിക്കണം. നിർമ്മാണ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും. ഇ ശ്രീധരന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് KMRL DMRC സംയുക്ത യോഗം വിളിക്കാനും ധാരണയായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 ഹെക്ടറിൽ കൂടി പച്ചക്കറി കൃഷി സർക്കാർ വ്യാപിപ്പിക്കും. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതിയിലൂടെ ജൈവ പച്ചക്കറി തോട്ടത്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചാണ് SFIയുടെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജൈവ പച്ചക്കറി തോട്ടത്തിന് തുടക്കമായത്. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴത്തൈ നട്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറി കർശന പരിശോധന നടത്തും. വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പച്ചക്കറി കൊണ്ടുവരുന്നവര് വിഷരഹിത പച്ചക്കറിയാണ് എന്ന് ഉറപ്പുവരുത്തും. വിഷമുള്ള പച്ചക്കറിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവരാനുള്ള അനുമതി ഇല്ലാതാകും. മറ്റ് നിയമ നടപടികൾ അവരുടെ മേൽ സ്വാഭാവികമായിട്ടും വരികയും ചെയ്യും. ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് 50,000 ഹെക്ടർ സ്ഥലത്ത് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണമെന്നാണ്. വാഴകൃഷിക്ക് പുറമെ പച്ചക്കറികളായ ചീര, വഴുതന, തക്കാളി എന്നീ തൈകളും കോളേജ് വിദ്യാർത്ഥികൾ നട്ടു. പച്ചക്കറി കൃഷിയുടെ വളർച്ച പരിശോധിക്കാൻ 2 മാസം കഴിയുമ്പോൾ താൻ എത്താമെന്നും മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. പരിസ്ഥിതിക്കും വികസനത്തിനും സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനായി സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ഇവ സംഭരിക്കേണ്ടതുണ്ടെന്നും പിണറായി വ്യക്തമാക്കി. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റംസാൻ നാളുകളിൽ ഗൾഫിലെ എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ച് വിപുലമായ നോമ്പുതുറകളാണ് നടക്കുന്നത്. പള്ളികളിലും ടെന്റുകളിലും നോമ്പു തുറക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് നോമ്പുതുറ സമയത്ത് ആർക്കും ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടേണ്ട അവസ്ഥയില്ല. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഗൾഫിലെ ഏത് പള്ളിയിൽ ചെന്നാലും നോമ്പു തുറക്കാനുള്ള സൗകര്യമുണ്ട്. ഈന്തപ്പഴവും വെള്ളവും ജ്യൂസും പഴവർഗ്ഗങ്ങളും ബിരിയാണിയുമൊക്കെ നോമ്പുതുറ വിഭവങ്ങളിലുണ്ട്. അറബികളുടെ വീടുകളിൽ തയ്യാറാക്കുന്ന ബിരിയാണിയാണ് പള്ളികളിലേക്ക് കൊണ്ടുവരുന്നത്. വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ പഴവർഗ്ഗങ്ങളും ജ്യൂസും വെള്ളവും എത്തിക്കുന്നു. നോമ്പു തുറക്കാൻ വഴിയില്ലാത്തവർക്ക് വലിയ അനുഗ്രഹമാണ് ഈ പള്ളികളിലെ നോമ്പു തുറകൾ. പല സ്ഥലങ്ങളിലും മലയാളികളാണ് നോമ്പു തുറക്ക് നേതൃത്വം നൽകുന്നത്. സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്ന് നോമ്പു തുറക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു. നമ്മൾ മലയാളികളെ ഏകദേശം 10-12 പേരുണ്ടാവും. പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസും ഉണ്ടാവും ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി. ഈ പരിസരത്തിലെ എല്ലാ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും എല്ലാവരും അറബികളും മലയാളികളും എല്ലാവരും പിന്നെ ബിരിയാണി അതുപോലത്തെ ഫ്രൂട്ട്സ് അതുപോലത്തെ എല്ലാം കൊണ്ടുവരും. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കും. അറബി വീട്ടിൽ നിന്ന് ഭക്ഷണം മാത്രം ചോറ് മാത്രം അറബി വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എല്ലാ ദിവസവും കൊണ്ടുവരും. 2-3 ഒരു 10-300 ആൾക്ക് ഉപയോഗിക്കാനുള്ള ഭക്ഷണം അവർ കൊണ്ടുവരും. വിവിധ രാജ്യക്കാരായ നിരവധി പേരാണ് പള്ളികളിൽ നോമ്പു തുറക്കാനെത്തുന്നത്. ഒരു പാത്രത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കൂട്ടായ്മയുടെ മഹത്തായ സന്ദേശം കൂടിയാണ് ഇത്തരം നോമ്പുതുറകൾ പങ്കുവെക്കുന്നത്. തിജമലുദ്ദീൻ, ദുബായ്. MLA മന്ത്രി കൂടിയായതോടെ തവനൂരിലെ വികസന സ്വപ്നങ്ങൾക്ക് നിറം കൂടി. എല്ലാവർക്കും വീടും തൊഴിലും കുടിവെള്ളവും തുടങ്ങി മണ്ഡലത്തിന്റെ സർവോന്മുഖ വികസനം ഈ 5 വർഷത്തിനിടെ കാണാമെന്ന ഉറപ്പും മന്ത്രി KT ജലീൽ നാട്ടുകാർക്ക് നൽകി കഴിഞ്ഞു. 2006-ൽ PK കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തി നിയമസഭയിലെത്തിയ KT ജലീൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ തവനൂരിനെയാണ് പ്രതിനിധീകരിച്ചത്. മിനി പമ്പ, പ്രതീക്ഷാഭവൻ, കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഇതിനകം തന്നെ തവനൂർ മലപ്പുറം ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. KT ജലീൽ MLA LDF മന്ത്രിസഭയിൽ അംഗം കൂടിയായതോടെ മണ്ഡലത്തിന്റെ പ്രതീക്ഷകൾ ചെറുതൊന്നുമല്ല. മന്ത്രിയായെത്തിയ KT ജലീലിന്റെ ആദ്യ വാക്കുകളാണിത്. എല്ലാവരോടുമുള്ള എന്റെ അഭ്യർത്ഥന ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ, അഴിമതിരഹിതമായി സ്വജനപക്ഷപാത മുക്തമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രഭാഷകനായും നേതാവായും എഴുത്തുകാരനായും ജനപ്രതിനിധിയായും താരമായി നിന്ന തവനൂരിലെ MLA മന്ത്രിയായും തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലുള്ളവർ. KT സാലിഹ്, മലപ്പുറം.
ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പുറക്കാട് പ്രദേശത്തെ ശാന്തി സദനം സ്കൂൾ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾസിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ സുഗതകുമാരിയുടെ കവിത പഠിപ്പിച്ചു. വരികൾ മുഴുവനും ഹൃദയസ്ഥമാക്കിയ വിദ്യാർത്ഥി ജിഷ്ണുദാസ് പാടിയ കവിതയിലേക്ക്. നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാൻ കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാൻ 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാൻ നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാൻ നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാൻ കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാൻ 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാൻ നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടന്നു.